ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ടിപ്പ് നോക്കുകയാണ്. അതായത് നമ്മൾ അധികം ആൾക്കാരും FB യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അറിയുന്ന ആൾക്കാർ തന്നെ നമ്മുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പോൾ ലഭ്യമാണ് ഫേസ്ബുക്കിൽ. അതായത് നമ്മുടെ അറിവോ നമ്മുടെ പെർമിഷനോ ഇല്ലാതെ നമ്മുടെ ഫോട്ടോസ്, അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പുതിയ അപ്ഡേഷനായിട്ട് കൊണ്ടുവന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫേസ്ബുക്കിൽ നമ്മളിപ്പോൾ എൻ്റെ പ്രൊഫൈൽ സാമ്പിളായിട്ട് ഇവിടെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ ഇൻ്റർഫേസ് നമ്മൾ ഒരാളെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേരൊക്കെ കാണിക്കും, അയാളുടെ പ്രൊഫൈൽ ചെറുതായിട്ടാണ് കാണിക്കുക. നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ കാണാം ലോക്ക്ഡ് ഹിസ് പ്രൊഫൈൽ. അതുപോലെ തന്നെ താഴെ 2 ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ കനോട്ട് ക്യാപ്ചർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൻ്റെ തന്നെ സെക്യൂരിറ്റി സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ ഫോട്ടോ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു മെത്തേഡ് കാണിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പ്രൊഫൈലാണ്. അപ്പോൾ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ട് കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോകുന്നത് ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഇവിടെ 3 ഡോട്ട് സൈഡിൽ മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാം. അതിൽ നമ്മളിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് വേർഷൻ, ഇതിപ്പോൾ ആൻഡ്രോയിഡ് വേർഷനാണ്. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് വേർഷൻ ഓണാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പോലെ തന്നെയുള്ള ഒരു ഇൻ്റർഫേസ് വരും. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളെ പേരും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആ പ്രൊഫൈലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഫോൺ സൂം ചെയ്യുക. സൂം ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോട്ടോസ് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ഉള്ള ഫോട്ടോ തന്നെ കുറച്ചും കൂടി വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം. ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ മെത്തേഡ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. ചിലപ്പോഴൊക്കെ നമുക്കിത് യൂസ്ഫുള്ളായിട്ട് വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.